ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം. സന്ധ്യാവന്ദനം പാർട്ട് 11. പഴംപാട്ടും പഴങ്കഥയും. ഇന്ന് രാമായണ മാസത്തിൻ്റെ തുടക്കമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ശ്രീരാമനെ പറ്റിയുള്ള 2 കീർത്തനങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു. ശ്രീരാമം ജഗദീശ്വരം ജനകജാജാനിം ജന്തൂനാം ജനകം ജനാർത്തിഹരണം ലോകേശ്വരം ശാശ്വതം ജാബാല്യാദിമുനീശ്വരേ പരിഹൃതം ജാജല്യമാനം സദാ ജംഘാലം ജമദഗ്നിസൂനുഹരണം ജാതാനുകമ്പം ഭജേ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീരാമകീർത്തനം പാടുമ്പോൾ എപ്പോഴും ഹനുമാനെ കൂടെ സ്തുതിക്കണമെന്നുള്ളത് നിയമമാണ്. അതുപോലെ തന്നെ ഹനുമൽ കീർത്തനം, ഇപ്പോൾ നമ്മൾ ഹനുമാൻ ചാലീസയൊക്കെ വായിക്കുന്നതിന് മുമ്പ് ശ്രീരാമജയം 21 പ്രാവശ്യം പറയണം. എന്നിട്ട് വേണം ചാലീസ വായിക്കുവാനെന്നൊരു നിയമമുണ്ട്. കാരണം ഭഗവാന് രാമനാമ ജപം കേൾക്കുന്നതാണ് ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും ഇഷ്ടമായ കാര്യം. അതുകൊണ്ട് രണ്ടുപേരും അഭേദ്യമായ ബന്ധമാണുള്ളത്. അതുകൊണ്ട് നമ്മൾ അവരെ രണ്ടാളെയും ഒരുപോലെ കീർത്തിക്കണം എന്നാണ് നിയമം. രാഘവം കരുണാകരം ഭയനാശനം ദുരിതാപഹം മാധവം മധുസൂദനം പുരുഷോത്തമം പരമേശ്വരം പാലകം ഭവതാരകം ജയഭാവുകം രിപുമാരകം ത്വാം ഭജേ ജഗദീശ്വരം നരരൂപിണം രഘുനന്ദനം ചിത്ഖനം ചിരജീവിനം വനമാലിനം വരദോന്മുഖം ധാർമ്മികം ധൃതിദായകം ബലവർദ്ധനം ഗതിദായകം ശാന്തിദം ശിവസമ്പദം ശരധാരിണം ജയശാലിനം ത്വാം ഭജേ ജഗദീശ്വരം നരരൂപിണം രഘുനന്ദനം ത്വാം ഭജേ ജഗദീശ്വരം നരരൂപിണം രഘുനന്ദനം. ശ്രീരാമജയ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീധരാ തവ പാദാംബുജം മമ ബാധ കൂടാതെ സേവിച്ചു കൊള്ളുവാൻ ബോധവിഗ്രഹ കാത്തുകൊള്ളേണമേ രാമരാഘവ പാഹി മാം പാഹി മാം. രാഗദ്വേഷങ്ങൾ എന്നുടെ മാനസേ ഭോഗിതൽപര പറ്റാതിരിക്കുവാൻ ഭാഗധേയാപ്തേ കാത്തുകൊള്ളേണമേ രാമരാഘവ പാഹി മാം പാഹി മാം. മാനഹാനി വന്നിടിലും എന്നുടെ ജ്ഞാനഹാനി വന്നിടാതിരിക്കുവാൻ ദീനബന്ധോ തുണയ്ക്കേണമെപ്പോഴും രാമരാഘവ പാഹി മാം പാഹി മാം. യത്നിച്ചേറ്റം ഇരന്നു നടക്കിലും മന്ദിച്ചിടൊല്ല മാമക മാനസേ ഇന്ദിരാകാന്ത നിൻപദം നൽകണേ രാമരാഘവ പാഹി മാം പാഹി മാം. നല്ലവരെ നമസ്കരിക്കാകണം, നല്ല പുണ്യസ്ഥലം ഗമിക്കാകണം, ഇല്ലാതാകണം ഭ്രാന്തിയും മായയിൽ രാമരാഘവ പാഹി മാം പാഹി മാം. മത്കൃതങ്ങളാം ദോഷങ്ങളൊക്കവേ ഉൾക്കമലെ സഹിച്ചുകൊണ്ടെന്നുടെ ദുഷ്കൃതം തീർത്തു രക്ഷിച്ചുകൊള്ളണേ രാമരാഘവ പാഹി മാം പാഹി മാം. രാമരാഘവ പാഹി മാം പാഹി മാം. ഭഗവാൻ സത്യസായി ബാബ എപ്പോഴും പാടുന്ന ഒരു മനോഹരമായ ഹിന്ദി ഭജനയുണ്ട്, അതൊന്ന് പാടാം.
प्रेम मुदित मन से कहो राम राम राम, राम राम राम, राम राम राम, श्री राम राम राम। प्रेम मुदित मन से कहो राम राम राम, राम राम राम, राम राम राम, श्री राम राम राम। पाप कटे दुख मिटे लेके राम नाम, पाप कटे दुख मिटे लेके राम नाम। भव समुद्र सुखद नाव एक राम नाम, भव समुद्र सुखद नाव एक राम नाम। परम शांति सुख निदान नित्य राम नाम, निराधार के आधार एक राम नाम। परम शांति सुख निधान नित्य राम नाम, निराधार को आधार एक राम नाम। परम गोप्य परम इष्ट मंत्र राम नाम, संद हृदय सदा वसत एक राम नाम। परम गोप्य परम दिव्य मंत्र राम नाम, संद हृदय सदा वसत एक राम नाम। महादेव सतत जपत दिव्य राम नाम, काशी मरद मुक्त करत कहत राम नाम। महादेव सतत जपत दिव्य राम नाम, काशी मरद मुक्त करत कहत राम नाम। मात पिता बंधु सखा सब ही राम नाम, भक्त जनन जीवन धन एक राम नाम। मात पिता बंधु सखा सब ही राम नाम, भक्त जनन जीवन धन एक राम नाम। राम राम राम, राम राम राम, राम राम राम, श्री राम राम राम। राम राम राम, राम राम राम, राम राम राम, श्री राम राम राम। राम राम राम, राम राम राम, राम राम राम, श्री राम राम राम, श्री राम राम राम, श्री राम राम राम। प्रेम मुदित मन से कहो राम राम राम, राम राम राम, राम राम राम, श्री राम राम राम। കർക്കിടക മാസം പണ്ടത്തെ കാലത്ത് പഞ്ഞക്കർക്കിടകം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് നമ്മുടെ ആചാര്യന്മാരും RSSൻ്റെ പ്രമുഖ നേതാക്കന്മാരായ പരമേശ്വരജി മുതലായവരും കൂടെ അവർ ഹിന്ദു മത സമ്മേളനങ്ങൾ നടത്തി അതിലാണ് നിശ്ചയിച്ചത്, വളരെ പണ്ട് അതിലാണ് നിശ്ചയിച്ചത് പഞ്ഞക്കർക്കിടകം എന്ന് പറഞ്ഞ് മടി പിടിച്ചിരിക്കാതെ ആധ്യാത്മിക കാര്യങ്ങൾ ചെയ്യുവാൻ ഏറ്റവും ഉചിതമായ സമയമാണ്. കാരണം എല്ലാവർക്കും സമയമുണ്ട്, വലിയ മഴയൊക്കെ ആയതുകൊണ്ട് പുറത്തിറങ്ങി പണി ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് പഞ്ഞക്കർക്കിടകം എന്നുള്ള പേര് തന്നെ വന്നത്. പക്ഷെ അത് ആത്മവിശുദ്ധിയുടെ ഒരു മാസമാക്കി നമുക്ക് മാറ്റണം എന്ന് പറഞ്ഞ് രാമായണ പാരായണം വളരെ ശ്രദ്ധയോടുകൂടി എല്ലായിടത്തും പ്രചരിപ്പിക്കുവാനായിട്ട് ആചാര്യവര്യന്മാർ ചെയ്തു. അവരെല്ലാവരും കൂടെ ചെയ്തതിൻ്റെ ഫലമായിട്ട്
കേരളത്തിൽ പഞ്ഞക്കർക്കടകം എന്ന മാസത്തിന് ആത്മവിശുദ്ധിയുടെ കർക്കടകം അല്ലെങ്കിൽ രാമായണ മാസം എന്നുള്ള മനോഹരമായ പേരാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ കേരളീയർ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുണ്ടെങ്കിലും എവിടെയുണ്ടെങ്കിലും അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ ഇംഗ്ലണ്ടിലോ എവിടെ വേണമെങ്കിലും ആയിക്കോട്ടെ, അവരെല്ലാവരും ഒത്തുചേർന്ന് കൂടി രാമായണ മാസം നല്ലതുപോലെ ആഘോഷിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവരും പാരായണം ചെയ്തുകൊണ്ട് നമ്മുടെ ആ സംസ്കാരത്തെ വളരെ നന്നായിട്ട് ചെയ്യുന്ന ഒരു കാഴ്ച. അതുപോലെ നമ്മുടെ നാട്ടിലും ഇന്ത്യയിലാകമാനം ഉള്ള മലയാളികൾ എല്ലാവരും എല്ലാ സ്ഥലത്തും ഇരുന്ന് രാമായണ പാരായണം കേരള സമാജങ്ങളിലും അല്ലെങ്കിൽ മലയാളി സമാജങ്ങളൊക്കെ ഇത് ഏറ്റെടുത്ത് വളരെ സന്തോഷപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യമാണ്. വേറൊരു വലിയ കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ കുട്ടികൾ വരെ രാമായണം പാരായണം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ രാമായണത്തെ പറ്റിയുള്ള ധാരാളം പ്രശ്നോത്തരികളും മത്സരങ്ങളും രാമായണ പാരായണ മത്സരങ്ങളും റേഡിയോയിലും FM-ലും എല്ലാം അവർ ചെയ്യുകയാണ്. അതുകൊണ്ട് ഈ രാമായണം എന്ന മഹാകാവ്യം അതിൻ്റെ ആ ഒരു സൗന്ദര്യവും അതിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ പ്രാധാന്യവും രാമൻ്റെ വിഗ്രഹവാൻ ധർമ്മ എന്നുള്ള മര്യാദാ പുരുഷോത്തമനായ രാമൻ്റെ ജീവിത കഥ നമ്മളിൽ തീർച്ചയായിട്ടും ഇതൊക്കെ വായിക്കുന്നതിലൂടെ അല്പസ്വല്പമെങ്കിലും നമ്മുടെ ഉള്ളിൽ കയറാതിരിക്കില്ല. അതുകൊണ്ട് നല്ലൊരു സംരംഭമാണ് ഈ മാസത്തിൽ രാമായണ മാസം. ജൂലൈ മിഡിൽ തൊട്ട് കർക്കിടക മാസം തുടങ്ങുന്നത് ജൂലൈ മിഡിൽ തൊട്ട് ഓഗസ്റ്റ് മധ്യം വരെയാണ്. 31 ദിവസം 32 ദിവസം വരെയുണ്ട് കർക്കിടക മാസം. ചില ദിവസം 32 മാസം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇന്നാണ് നമ്മുടെ ഈ വർഷത്തെ ജൂലൈ 16 ചൊവ്വാഴ്ചയാണ്. വളരെ ശ്രേഷ്ഠമായ ദിവസം ചൊവ്വാഴ്ച ആയതുകൊണ്ടും അങ്ങനെ നല്ലൊരു ദിവസമാണ് തുടങ്ങുന്നത്. മിഥുനമാസം അവസാനിക്കുന്ന തലേ ദിവസം നമ്മളെല്ലാവരും വീട് മുഴുവൻ അടിച്ചു വാരി വൃത്തിയാക്കി നദീതീരത്തൊക്കെ താമസിക്കാൻ എൻ്റെ കുട്ടിക്കാലത്ത് നദീതീരത്താണ് താമസിച്ചത്, തലയോലപ്പറമ്പിൽ. അപ്പോൾ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം അടിച്ചു വാരി കൂട്ടി എല്ലാ അഴുക്കുകളെല്ലാം ഒരു പഴയ മുറത്തിലാക്കി പഴയ സാധനങ്ങളൊക്കെ മുറത്തിൽ വെച്ച് വിളക്ക് കൊളുത്തി നമ്മൾ ആറ്റിലൊഴുക്കുകയാണ് ചെയ്യുന്നത്. ജ്യേഷ്ഠാ ഭഗവതി, അതായത് നമ്മുടെ പാലാഴി കടഞ്ഞപ്പോൾ ആദ്യം വന്നത് ജ്യേഷ്ഠ ഭഗവതിയാണ്, അതായത് മൂദേവി. അപ്പോൾ അവരെ നമ്മുടെ അസുരന്മാരെടുത്തു. അതിനുശേഷമാണ് ശ്രീദേവി മഹാലക്ഷ്മി വന്നത്. അപ്പം ജ്യേഷ്ഠ ഭഗവതി കളഞ്ഞുകൊണ്ട് മാറ്റിക്കൊണ്ട് ശ്രീദേവി എല്ലായിടത്തും വാഴട്ടെ എന്ന് പറയുവാനാണ് മിഥുനമാസം, അതായത് കർക്കിടകത്തിൻ്റെ തലേ ദിവസം, കർക്കിടക സംക്രമത്തിന് മുമ്പ് എല്ലാ വീടുകളും പരിശുദ്ധമാക്കി വൃത്തിയാക്കി ഇങ്ങനെ സാധനങ്ങളൊക്കെ കളഞ്ഞ വലിയ ആഘോഷമാണ് അത്. നോർത്ത് കേരളയിൽ, അതായത് വടക്കൻ കേരളത്തിലാണ് ഇത് വളരെ വളരെ ശ്രദ്ധാപൂർവം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദക്ഷിണായന കാലഘട്ടത്തിൻ്റെ ആരംഭമാണ് കർക്കിടകമെന്ന് പറയുന്നു. ഉത്തരായണ കാലം ദേവന്മാർക്കാണ് പ്രധാനം. അത് ജാനുവരിയിൽ തുടങ്ങി, മകരത്തിൽ തുടങ്ങിയിട്ടാണ്. അപ്പം മകരം തൊട്ട് കർക്കിടകം വരെയുള്ള സമയം 6 മാസമാണ് ഉത്തരായന കാലം. കർക്കിടകം തൊട്ടാണ് ദക്ഷിണായന കാലം തുടങ്ങുന്നത്. ഉത്തരായന കാലം എങ്ങനെയാണോ ദേവപാതയിലൂടെ പോകാനായിട്ടും ദേവന്മാർക്ക് പ്രധാനമായിരിക്കുന്നത്, അതുപോലെ കർക്കിടക മാസം പിതൃക്കൾക്കാണ് പ്രധാനമായിട്ടുള്ളത്. പിതൃക്കൾക്ക് വേണ്ടി അതുകൊണ്ടാണ് നമ്മളെല്ലാവരും പിതൃപൂജകളൊക്കെ ധാരാളമായിട്ട് എല്ലാ ദിവസവും പിതൃക്കൾക്ക് നമുക്ക് പ്രാർത്ഥനയോടെ എല്ലാ ദിവസവും അവരെ സ്മരിച്ചുകൊണ്ടെങ്കിലും പിതൃക്കളെ നമ്മൾ തൃപ്തിപ്പെടുത്തണം എന്നാണ് പറയുന്നത്. എന്നിട്ട് കർക്കിടക മാസത്തിലെ പിതൃബലി വളരെ ശ്രേഷ്ഠമാണെന്ന് നമുക്കറിയാം. നമ്മുടെ കേരളത്തിലത് കർക്കിടകത്തിലാണ്, പക്ഷേ നോർത്ത് ഇന്ത്യയിലൊക്കെ തുലാമാസത്തിൽ അതിനാണ് അവർ പിതൃബലിയൊക്കെ ചെയ്യുക. നമ്മുടെ നാട്ടിൽ കർക്കിടക മാസത്തിലാണ് കർക്കിടക വാവ് എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്നു. അങ്ങനെ സൂര്യൻ കർക്കിടക രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് കർക്കിടക മാസം. ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കർക്കിടക മാസം അഥവാ രാമായണ മാസം പ്രാർത്ഥനകൾക്കുള്ളതാണ്. അമ്പലങ്ങളിൽ പോവുക, വീട്ടിലിരുന്ന് രാമായണം എല്ലാ വീടുകളിലും പാരായണം ചെയ്യുക ഭക്തിയോടുകൂടി. എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങളൊരു ജോയിൻറ്റ് ഫാമിലി സിസ്റ്റമായിരുന്നു. അപ്പോൾ അപ്പൂപ്പനാണല്ലോ ഗൃഹനാഥൻ, അപ്പൂപ്പനും അമ്മുമ്മയും. അപ്പോൾ എൻ്റെ അമ്മ നന്നായിട്ട് രാമായണം പാരായണം ചെയ്യുമായിരുന്നു. അതുകൊണ്ട് അത്താഴത്തിന് ശേഷമാണ് രാമായണ പാരായണം. 8 മണിയാകുമ്പോഴത്തേക്കും 7 മണിയാകുമ്പോൾ കുട്ടികളെല്ലാവരും ഭക്ഷണം കഴിച്ച് കഴിയും. 8 മണിയാകുമ്പോഴത്തേക്കും മുതിർന്നവരും എല്ലാവരും ഭക്ഷണം കഴിച്ച് നടുത്തളത്തിൽ വിളക്ക് കത്തിച്ചിട്ട്
ഭഗവാന്റെ പടം വെച്ച് നിവേദ്യം വെച്ച് അവലും മലരും പഴവും ഒക്കെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി കൃത്യനിഷ്ഠയോടുകൂടി ചെയ്തുകൊണ്ടിരുന്നു. അതൊക്കെ ഇങ്ങനെ ഓർമ്മകളായിട്ട് നമ്മുടെ മനസ്സിലിരിക്കണം. നമ്മളിപ്പോൾ പല സ്ഥലത്ത് താമസിച്ചും പലയിടങ്ങളിലായി പോയിട്ടും അത്ര നിഷ്ഠയൊന്നും ഇല്ലെങ്കിലും ഇപ്പോഴും രാമായണം വായിക്കുമ്പോൾ കണ്ണിൽ കണ്ണുനീര് നിറയും. അത്രയ്ക്ക് മനോഹരമായ കാവ്യമാണ് അധ്യാത്മരാമായണം. അപ്പം നടുത്തളത്തിൽ അമ്മ പലകയിലിരിക്കും. നമ്മളെല്ലാവരും ചുറ്റുപായ വിരിച്ച് എല്ലാവരും ഇരുന്നുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് രാമായണം കേൾക്കും. ആൺ പെൺ വ്യത്യാസമില്ലാതെ വലിയവരും ചെറിയവരും എല്ലാവരും ഒരു മണിക്കൂർ 8 മണി തൊട്ട് 9 മണി വരെ രാമായണ പാരായണം കേൾക്കുന്നുണ്ടായിരുന്നു. അതൊരു വലിയൊരു അനുഭവമായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത്. അങ്ങനെ കർക്കിടക മാസം കള്ളക്കർക്കിടകമെന്ന് ഇതിന് പറയാറുണ്ട്. കാരണം കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം വരുമാനമില്ലാത്ത ഒരു കാലമാണ്. കാരണം ആൾക്കാർക്ക് പുറത്തുപോയി വർക്ക് ചെയ്യാൻ പറ്റില്ല, പണി ചെയ്യാൻ പറ്റില്ല. കാരണം ഭയങ്കര മഴ ഇങ്ങനെ വന്നും മാറിയും ഘോരമാരി ഉണ്ടാവും, അതിനിടയ്ക്ക് മഴ ഇല്ലാതെയാവും. അങ്ങനെ ഒരു ആയതുകൊണ്ട് കള്ളക്കർക്കിടകം തന്നെയാണ് അതിനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് വരവ് വളരെ കുറയുന്നത് കൊണ്ടാണ് പഞ്ഞമാസം എന്നുള്ള പേര് വന്നത്. കുടുംബങ്ങളിൽ പ്രായമായവർ നടത്തിവരുന്ന 1 മാസം നിലനിൽക്കുന്ന രാമായണ വായന ഈ മാസത്തിലാണ് നടത്താറുള്ളത്. കർക്കിടകത്തിൽ ഇടമുറിയാതെ മഴയായതിനാൽ സൂര്യകിരണങ്ങൾക്ക് ശക്തി കുറയുകയും പലവിധ രോഗാണുക്കൾ പെരുകി രോഗസാധ്യത വർദ്ധിക്കുകയും ചെയ്യും. ഈ കാലഘട്ടത്തിൽ പൊതുവെ കൃഷിപ്പണികളോ ആഘോഷങ്ങളോ മംഗളകർമ്മങ്ങളോ നടത്താറില്ല. ഇവയ്ക്കെല്ലാം കാരണം പഴമക്കാർ കർക്കിടകത്തെ പഞ്ഞക്കർക്കിടകം എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത്. വരുന്ന ഒരു വർഷത്തേക്കുള്ള ഊർജം സംഭരിക്കുവാനുള്ളൊരു മാസമായാണ് പൂർവികർ കർക്കിടകത്തെ കഴിയുന്നത്. കാരണം എന്തായാലും മഴ കാരണം പുറത്തു പോയിട്ട് ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. വീട്ടിനുള്ളിൽ വെറുതെ ചടഞ്ഞുകൂടിയിരിക്കാതെ ഇവിടെ പ്രത്യേകമായ സാത്വികമായ ഭക്ഷണം കഴിക്കുക, പ്രത്യേകം ചിട്ടകൾ, ചര്യകൾ, തേച്ചുകുളി, പ്രഭാതത്തിൽ എണ്ണ തേച്ചുകുളി, ഔഷധക്കഞ്ഞി കുടിക്കൽ, പത്തിലത്തോരൻ, 10 തരത്തിലുള്ള ഇലകളുടെ തോരൻ, വളരെ സിമ്പിളായിട്ടുള്ള ആഹാരമാണ്. പക്ഷെ വളരെ ശ്രേഷ്ഠമാണ്. നമ്മുടെ ശരീരത്തിനെ ആകപ്പാട് ശുദ്ധീകരിക്കുന്നതിലാണ് ഈ ഔഷധക്കഞ്ഞിയിലൊക്കെ. ഒരുപാട് തരം ഔഷധങ്ങളാണ് അതിലടങ്ങിയിരിക്കുന്നത്. എല്ലാം നമ്മുടെ പറമ്പിൽ കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ്. അതൊക്കെ എടുത്തിട്ട് ഉലുവ അങ്ങനെയുള്ള വേറെ കാര്യങ്ങളും കൂടെ കൂട്ടി ഔഷധക്കഞ്ഞി കുടിക്കുക. ഔഷധക്കഞ്ഞി കുടിക്കുമ്പോൾ നല്ലപോലെ വയറ് വീർക്കും. അത് കഴിഞ്ഞാൽ പിന്നെ കുറേ വൈകുന്നേരം വരെ ഒരു നേരം ഭക്ഷണം കഴിച്ചാൽ മതി. പിന്നെ രാത്രിയിൽ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചാൽ മതി. അത്രയ്ക്ക് നല്ലൊരു ഭക്ഷണമാണ് ഈ കർക്കിടകക്കഞ്ഞി, ഔഷധക്കഞ്ഞി. അതുപോലെ തന്നെ പത്തിലത്തോരൻ കൂട്ടിയാണ് അത് കഴിക്കുക. 10 തരം ഇലകൾ എടുത്തിട്ട് അതിൻ്റെ തോരൻ. ഇതൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിന് വേണ്ടതായ എല്ലാ മിനറൽസും പിന്നെ അതൊക്കെ നൽകുന്ന തരത്തിലുള്ള, അതായത് നമ്മുടെ പൂർവികരെല്ലായ്പ്പോഴും നമ്മുടെ സത്വഗുണപ്രധാനമായിട്ടുള്ള ഭക്ഷണവും സത്വഗുണത്തെ വർദ്ധിപ്പിക്കുന്നതിനുള്ള ആചാര രീതികളും നടത്തിയിരുന്നു. കാലക്രമേണ നമ്മൾ അതൊക്കെ നഷ്ടപ്പെടുത്തി ഇപ്പോൾ അത് വീണ്ടും തിരിച്ചു കൊണ്ടുവരുവാനുള്ളൊരു ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാകുന്നു എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായ കാര്യമാണ്. ഇങ്ങനെ കർക്കിടക മാസം ആരംഭിച്ചു ഇന്ന് തന്നെ എല്ലാവർക്കും ഭഗവാന്റെ കൃപയുണ്ടാവട്ടെ. എല്ലാവർക്കും രാമായണം വായിച്ച് അതിലെ ആനന്ദം അനുഭവിക്കുവാൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സായിരാം.